പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 23 സങ്കീർത്തനം 4 വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നു പോയാലും എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല, കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. പ്രിയരെ, ജീവിതത്തിൻ്റെ പല താഴ്വരയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുള്ളതാ നമ്മുടെ ബലം. ദൈവസാന്നിധ്യം എവിടെയുണ്ടോ അവിടെയൊക്കെ ദൈവം നമ്മെ ജയോത്സവമാക്കി നടത്തും. പല താഴ്വരയും നമ്മെ തകർക്കാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം കൊണ്ടുവരുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ലോകത്തിൻ്റെ വെളിച്ചമായി നമ്മുടെ പാറയും നമ്മുടെ കോട്ടയും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് കൂടെയുള്ളപ്പോൾ ഒന്നിനും നമ്മുടെ ഭാവിയെ തകർക്കാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യമല്ല. ദൈവം അത് അനുവദിക്കത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ ജോസഫിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 14 വാക്യത്തിൽ ഹല്ലേലൂയ, അവനെ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അയക്കുന്നതായിട്ടാണ് പറയുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ട് ശേഖേമിലും ദോദാനിലും എത്തി. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധിയുടെ ഹല്ലേലൂയ ഒരു താഴ്വരയായിരുന്നു. ഹല്ലേലൂയ, ആ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് തുടങ്ങിയ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഒത്തിരി വലുതായിരുന്നു. ജീവിതത്തിൽ താൻ ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു. എന്നാൽ ആ താഴ്വരയിൽ പോലും ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. സഹോദരങ്ങൾ കളിയാക്കിയ താഴ്വരകൾ, ഹല്ലേലൂയ, സഹോദരങ്ങൾ തന്നെ സ്വപ്നക്കാരനെന്ന് വിളിച്ച് തൻ്റെ ദർശനത്തെ ഇല്ലായ്മ ചെയ്ത, തൻ്റെ കാഴ്ചപ്പാടുകളെ ഇല്ലായ്മ ചെയ്ത ഒരു താഴ്വര. അവിടെ നിന്ന് ബൈബിൾ പറയുന്നു, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടു, അവന് മരണത്തിൻ്റെ വക്കിൽ വരെ വീഴേണ്ടതായി വന്നു. എന്നാൽ തമ്പുരാൻ്റെ പദ്ധതി ഒരു താഴ്വരയിലും നിന്നെ തകർത്ത് കളയുകയല്ല, നിന്നെ ഉയർത്തുന്ന ദൈവമത്രേ, നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവം. പ്രിയരെ, അതിനൊരു സമയവും അതിനൊരു വിലയും കൊടുക്കേണ്ടി വരും. എന്നാലും കർത്താവ് തക്ക സമയത്ത് ജോസഫിനെ മാനിച്ചു. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ഏത് താഴ്വരയിലാണോ നിങ്ങളായിരിക്കുന്നത്, ഭയപ്പെടേണ്ട. താഴ്വരയിലെ പനിനീർ പുഷ്പമായ തമ്പുരാൻ, താഴ്വരയിൽ നിന്നെ താങ്ങുന്ന നമ്മുടെ കർത്താവ്, താഴ്വരയിലും കൂടെ ഇരിക്കുന്ന ദൈവം നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ഒരു ലജ്ജാവിഷയമായി തീരാൻ അനുവദിക്കത്തില്ല. ആര് നിന്ദിച്ചോ, ആര് കളിയാക്കിയോ, അവരുടെ നടുവിൽ നിന്നെ മാനിപ്പാൻ എൻ്റെ തമ്പുരാൻ വിശ്വസ്തനാ. ഒരിക്കൽ കൂടെ നമ്മൾ കരങ്ങൾ ഉയർത്തിയിട്ടൊന്ന് നന്ദി പറയാൻ പറ്റുമോ? കർത്താവേ, ജീവിതത്തിൻ്റെ താഴ്വരയിലും ദൈവം എന്നെ കൈവിടാത്തതിനാൽ സ്തോത്രം. ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥയിലും എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നതിനാൽ സ്തോത്രം. ഹെബ്രോൻ താഴ്വര എന്നെ ഹല്ലേലൂയ തകർക്കുന്ന താഴ്വരയല്ല, ഇത് പണിത് ഉയർത്തുന്ന താഴ്വരയത്രേ. എൻ്റെ സ്വപ്നം പൊലിയുന്ന സ്ഥലമല്ല, സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് സ്വപ്നം ഹല്ലേലൂയ ഭവിക്കുവാൻ തക്കവണ്ണം വാതിലായിത്തീരുന്നത് അത്രേ താഴ്വര. ഹല്ലേലൂയ, താഴ്വരകളെ ഹല്ലേലൂയ ദൈവം ഒരുക്കിയത് ചില നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഹല്ലേലൂയ, എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ ഒരു താഴ്വരയെക്കുറിച്ച് പറയുന്നു. എസെക്കിയേൽ പ്രവചനം 37 അധ്യായത്തിൽ നാം വായിക്കുന്നു, ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വര. പ്രവാചകനായ എസെക്കിയേലിനെ ദൈവം അവിടെ കൊണ്ടുപോയിട്ട് ഹല്ലേലൂയ തൻ്റെ ശുശ്രൂഷ അവിടെയാണ് ദൈവം ചെയ്യിപ്പിച്ചത്. ഒരുപക്ഷെ പ്രവാചകന് ചോദിക്കാമായിരുന്നു, കർത്താവേ, നീ എൻ്റെ വായിൽ ഇത്ര വചനം തന്നിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയൊക്കെ ആക്കിയിട്ട് ഈ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയല്ലാതെ വേറെ എങ്ങും കൊണ്ടുപോകാനില്ലയോ എന്ന് ചോദിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം ദൈവത്തിൻ്റെ ആലോചനയെ കേട്ടു. ഹല്ലേലൂയ, യഹോവയുടെ കൈ ഹല്ലേലൂയ പ്രവാചകൻ്റെ മേൽ വന്നപ്പോൾ ദൈവം അവനെ താഴ്വരയിൽ കൊണ്ടുപോകുക മാത്രമല്ല, അസ്ഥികളുടെ ഇടയിലൂടെ അവനെ ചുറ്റി നടത്തിച്ചു. ജീവിതത്തിൽ ഒത്തിരി ചുറ്റി വട്ടം തിരിയേണ്ടി വന്നു. അസ്ഥികളുടെ നടുവിൽ, ഒരു പ്രത്യാശയില്ലാത്ത ഉണങ്ങിയ അസ്ഥികളുടെ നടുവിൽ നടന്നു. എന്നിട്ട് ദൈവം ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണങ്ങിയ അവസ്ഥയുണ്ടോ? ഒത്തിരി ചുറ്റിത്തിരിയുന്ന, വട്ടം തിരിയുന്ന അവസ്ഥയിലാണോ നീ ആയിരിക്കുന്നത്? ഭയപ്പെടേണ്ട. ദൈവത്തിന് അതിൻ്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട്.
ഉണ്ട്. ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് പറയുന്നു, ജീവിതത്തിൻ്റെ ഈ തിരിച്ചിൽ, ഈ കറക്കം, ഈ പ്രതിസന്ധി, ഹല്ലേലൂയ, ഈ ഉണങ്ങിയ അവസ്ഥ ചില നന്മ വെളിപ്പെടാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നമുക്ക് ചരിത്രം നന്നായിട്ടറിയാം, നാം ഒത്തിരി പ്രാവശ്യം വായിച്ചതാ, ഒത്തിരി പ്രാവശ്യം കേട്ടതാ. എങ്കിലും പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, നീ വാ തുറന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. ജീവൻ്റെ നാഥനായ കർത്താവ് തൻ്റെ വചനത്തെ അയക്കും, നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ വ്യത്യാസം വരുത്തും. അല്ലെങ്കിൽ നീ വാ തുറന്ന് പ്രവചിച്ചാൽ ഉണങ്ങിയ അസ്ഥികൾ അസ്ഥിയോടെ ചേരും, ചേരേണ്ടത് തമ്മിൽ ചേരും. മാത്രവുമല്ല, അവിടെ ജീവനുള്ള ദേഹിയായിത്തീരും, അതൊരു സൈന്യമായിത്തീരും. ചുമ്മാതെ ജീവനുള്ള ദേഹി എന്നല്ല, ഒത്ത ശരീരമുള്ള ഒത്ത ആർമിയെ പോലെ, ഒരു പട്ടാളത്തെ പോലെ കൊള്ളാവുന്ന ഒരു കൂട്ടമായിത്തീരും. ഇന്ന് രാവിലെയും ജീവിതത്തിൻ്റെ എത്ര ചിതറിക്കിടക്കുന്ന അസ്ഥിയുടെ അവസ്ഥയാണെങ്കിലും, എത്ര ഉണങ്ങിയ അവസ്ഥയാണെങ്കിലും, എത്രത്തോളം ദൂരത്താണെങ്കിലും ചേരേണ്ടതിന് തമ്മിൽ ചേർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ വാ തുറന്നൊന്ന് കൽപ്പിച്ചാൽ, വാ തുറന്ന് സംസാരിച്ചാൽ, പ്രിയരെ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് കൂട്ടിച്ചേർക്കും. കൂട്ടിച്ചേർക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ ശ്വാസം പകരുമ്പോൾ ഒരു സൈന്യമായി മാറും. ഒരു സാധാരണ കൂട്ടമല്ല, ഇതൊരു സൈന്യത്തെ പോലെ കൊള്ളാവുന്നവരായി, പ്രയോജനമുള്ളവരായി ദൈവം തീർക്കും. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട്, കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാലും ഞാൻ ഭയപ്പെടത്തില്ല, എൻ്റെ കൂടെ കർത്താവുണ്ട്, എൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, എൻ്റെ കൂടെ ദൈവിക ശക്തിയുണ്ട്. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, ജീവിതത്തിൻ്റെ താഴ്വരകൾക്കായിട്ട് സ്തോത്രം. ഈ താഴ്വരകൾ ദൈവപ്രവൃത്തിയുടെ തുടക്കമാ, ദൈവപ്രവൃത്തിയുടെ സാക്ഷാത്കാരമാ. ഹല്ലേലൂയ. ഞാൻ അങ്ങേ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്തു. അങ്ങ് വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്ത ദൈവം, ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തുന്നതിനാൽ സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.